Good morning, everyone. Today we will learn one more equipment that works under the principle of Bernoullis equation. We have already learned two instruments that work with Bernoullis equation. ഏതൊക്കെയായിരുന്നു? വെഞ്ചുറിമീറ്റർ, orifice meter. അപ്പോൾ ഈ രണ്ട് എക്യുപ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്തത് ഡിസ്ചാർജ് മെഷർ ചെയ്യാനായിരുന്നു. തേർഡ് എക്യുപ്മെൻറ്റ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പിറ്റോട്ട് ട്യൂബ്. പിറ്റോട്ട് ട്യൂബ് യൂസ് ചെയ്യുന്നത് വെലോസിറ്റി മെഷർ ചെയ്യാനാണ്. അപ്പോൾ വെലോസിറ്റി മെഷർ ചെയ്യുന്ന എന്ന് പറയുമ്പോൾ വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ പൈപ്പിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടെ അറിയാമെങ്കിൽ നമുക്ക് ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കാവുന്നതാണ്. സോ ഡയറക്റ്റ്ലി പിറ്റോട്ട് ട്യൂബ് യൂസ് ചെയ്യുന്നത് വെലോസിറ്റി മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ്. So Pitot tube is a device used for measuring the velocity of flow at any point in a pipe or a channel. It is based on the principle that if the velocity of flow at a point becomes zero, the pressure there is increased due to the conversion of kinetic energy to pressure energy. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ എനർജി അറ്റ് എ പോയിന്റ് ഇൻ എ ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ സമ്മാണ്? പ്രഷറിൻ്റെയും പ്രഷർ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും ഡേറ്റം ഹെഡ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഹെഡ് ഇതിൻ്റെയും ഇത്രയും പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, പ്രഷർ എനർജി ഈ മൂന്ന് എനർജിയുടെയും സമ്മാണ് ഫ്ലൂയിഡ് ഫ്ലോയിൽ ടോട്ടൽ എനർജി അറ്റ് എ പോയിന്റ് എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഫ്ലൂയിഡ് ഫ്ലോയിൽ ഇഫ് ദ വെലോസിറ്റി ഓഫ് ദ ഫ്ലോ ബിക്കംസ് സീറോ, പെട്ടെന്ന് വെലോസിറ്റി സീറോ ആയി കഴിഞ്ഞാൽ ദ പ്രഷർ ഇസ് ഇൻക്രീസ് ഡ്യൂ ടു ദ കൺവേർഷൻ ഓഫ് കൈനറ്റിക് എനർജി ഇൻറ്റു പ്രഷർ എനർജി. അപ്പോൾ ഈ വരുന്ന ഫ്ലൂയിഡ് ഫ്ലോയിൽ കൈനറ്റിക് എനർജി പെട്ടെന്ന് പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. എപ്പോൾ? അതിൻ്റെ വെലോസിറ്റി സീറോ ആവുമ്പോൾ. ഇറ്റ് ഈസ് സിംപ്ലസ്റ്റ് ഫോം In its simplest form, Pitot tube consists of a glass tube bent at right angles as shown in figure. അപ്പോൾ അതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു എക്യുപ്മെൻ്റ് ആണ്. ഒരു ഗ്ലാസ് ട്യൂബ് ഒരു റൈറ്റ് ആംഗിൾ എൽ ഷേപ്പിൽ ബെൻഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് പിറ്റോട്ട് ട്യൂബ് എന്ന് പറയുന്നത്. ഫിഗർ നോക്കിക്കേ. സോ ഇത് നമ്മളുടെ പൈപ്പാണ്. പൈപ്പിലൂടെ ഫ്ലോ വരുന്നു. ആ ഫ്ലോയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട് നമ്മുടെ പിറ്റോട്ട് ട്യൂബ് ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഓക്കെ, വെച്ച് കഴിയുമ്പോൾ ഈ വരുന്ന ഫ്ലോ പെട്ടെന്ന് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി സീറോ ആവുന്നു. അതിനുശേഷം അത് സ്ലോലി ഈ പിറ്റോട്ട് ട്യൂബിൽ കയറുന്നു. ആ പിറ്റോട്ട് ട്യൂബിലൂടെ കയറി ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് വരെ അത് നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ പിറ്റോട്ട് ട്യൂബ് ഫ്ലൂയിഡിനുള്ളിലേക്കിരിക്കുന്ന ഡെപ്താണ് ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത്. ആ ലിക്വിഡ് പിറ്റോട്ട് ട്യൂബിനുള്ളിൽ എന്തുമാത്രം റൈസ് ചെയ്തിട്ടുണ്ട്, പൈപ്പിൻ്റെ സർഫസിൽ നിന്നും എന്തുമാത്രം റൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സ്മോൾ എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, so it is device used. Okay, so this is the figure. The lower end which is bent through 900 അല്ല, ഇത് 90 ഡിഗ്രി എന്നാണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതുക. Through 90 degree is directed in the upstream direction as shown in figure. So ഒരു എൻഡ് ലിക്വിഡിനുള്ളിലേക്കും മറ്റേ എൻഡ് 90 ഡിഗ്രി ബെൻഡ് ചെയ്ത് ഈ രീതിയിലാണ് ഇരിക്കുന്നത്. The liquid rises up in the tube due to the conversion of kinetic energy into pressure energy. അപ്പോൾ പെട്ടെന്ന് ഇവിടെ വന്ന് ഈ ഫ്ലോ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൈനറ്റിക് എനർജി കൺവേർട്ട് ചെയ്ത് പ്രഷർ എനർജിയായി മാറുക. ആ പ്രഷർ എനർജി കൊണ്ട് ഈ ട്യൂബിനുള്ളിലേക്ക് ആ ലിക്വിഡ് റൈസ് ചെയ്യുകയും ചെയ്യുന്നു. The velocity is determined by measuring the rise of liquid in the tube. ട്യൂബിനുള്ളിൽ എന്തുമാത്രം ലിക്വിഡ് റൈസ് ചെയ്തിട്ടുണ്ട് എന്നത് വെച്ചിട്ടാണ് നമ്മൾ വെലോസിറ്റി ഓഫ് ഫ്ലോ മെഷർ ചെയ്യുന്നത്. Consider 2 points 1 and 2 at the same level in such a way that point 2 is just at the inlet of the pitot tube and point 1 is far away from the tube. അപ്പോൾ രണ്ട് പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഒരു പോയിന്റ് 2 എന്ന് പറയുന്നത് ഈ പിറ്റോട്ട് ട്യൂബിൻ്റെ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ, അതായത് വെലോസിറ്റി സീറോ ആവുന്നു എന്ന് നമ്മൾ പറഞ്ഞ ആ പോയിന്റിലാണ് പോയിന്റ് 2 എടുത്തിരിക്കുന്നത്. പോയിന്റ് 1 എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കുറേ ദൂരം മാറി ഉള്ള പോയിന്റാണ് പോയിന്റ് 1. Let P1 be the intensity of pressure at 1, V1 velocity of flow at 1, P2 pressure at 2, V2 velocity at 2. Velocity at 2 നമ്മൾ പറഞ്ഞു 0 ആകുന്നു. Capital H is the depth of the tube in the liquid and small h is the rise of the liquid in the tube above the free surface. ഓക്കെ, രണ്ട് കാര്യങ്ങളും നേരത്തെ പറഞ്ഞാണ്. ക്യാപിറ്റൽ എച്ചും സ്മോൾ എച്ചും ഫിഗറിൽ നോക്കുക.
Then P1 minus P2 by rho G is equal to H. നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. P1 minus P2 by rho G is equal to H. Now applying Bernoullis equation at points 1 and 2, we get P1 by rho G plus V1 square by 2G plus Z1 is equal to P2 by rho G plus V2 square by 2G plus Z2. But Z1 is equal to Z2 as points 1 and 2 are on the same line. അല്ലെ, point 1 and 2 എടുക്കുകയാണെങ്കിൽ രണ്ടും ഒരേ ലെവലിലാണ്, ഒരേ ഹൊറിസോണ്ടൽ ലെവലിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ Z1ഉം Z2ഉം സെയിം ആണ്. സെയിം ആയതുകൊണ്ട് തന്നെ രണ്ട് സൈഡിൽ നിന്നും അത് ക്യാൻസൽ ആയി പോകുന്നു. So Z1 and Z2 are equal and they get cancelled with each other. V2, velocity at point 2 is 0. So ബാക്കി എന്തൊക്കെയുണ്ട്? P1 by rho G എന്ന് പറഞ്ഞാൽ it is the pressure head at 1. 1 എന്ന് പറയുന്ന പോയിന്റിൽ പ്രഷർ ഹെഡ് എന്തുമാത്രം വരും? ഈ ക്യാപിറ്റൽ H ആണ് അവിടെ ഉണ്ടാക്കുന്ന പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. ഇനി P2 by rho G it is the pressure head at point 2. പോയിന്റ് 2ൽ നോക്കിക്കേ. സോ ഇവിടുത്തെ പ്രഷർ ഹെഡ് എന്തുമാത്രമാണ്? ദിസ് ക്യാപിറ്റൽ H പ്ലസ് അതിൻ്റെ മുകളിൽ ഈ റൈസ് ചെയ്തിരിക്കുന്ന ലിക്വിഡിൻ്റെ ഹൈറ്റും കൂടെ ക്യാപിറ്റൽ H പ്ലസ് സ്മോൾ h. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദീസ് വാല്യൂസ്, P1 by rho Gക്ക് പകരം ക്യാപിറ്റൽ H കൊടുത്തു, V1 സ്ക്വയർ ബൈ 2G അങ്ങനെ തന്നെ നിലനിൽക്കുന്നു, പ്ലസ് ഇസ് ഈക്വൽ ടു P2 by rho G എന്ന് പറയുന്നത് ക്യാപിറ്റൽ H പ്ലസ് സ്മോൾ h, V2 സീറോ ആവുന്നു. ഓക്കെ, സോ ഇതിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്നും ക്യാപിറ്റൽ H ക്യാൻസൽ ആയി പോകുന്നു. സോ സ്മോൾ h ഇസ് ഈക്വൽ ടു V1 സ്ക്വയർ ബൈ 2G or V1 is equal to root of 2GH. So this is the equation for finding out the velocity of flow. But നമുക്ക് കിട്ടുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ തിയററ്റിക്കൽ വെലോസിറ്റി ആണ്. അതായത് തിയററ്റിക്കലി നമുക്ക് ഇത്രയും വെലോസിറ്റിയാണ് ആ പൈപ്പ് ഫ്ലോയിൽ ഉണ്ടാകേണ്ടത്. പക്ഷേ ഒരുപാട് ലോസസ് ഒക്കെ അതിൽ സംഭവിക്കുന്നത് കൊണ്ട് നമുക്ക് ആക്ച്വൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇത്രയും ഉണ്ടാവില്ല. അതിനെക്കാട്ടി കുറച്ചുകൂടെ കുറവായിരിക്കും. ആ കുറഞ്ഞ വെലോസിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അല്ലെങ്കിൽ ആക്ച്വൽ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? ആക്ച്വൽ വെലോസിറ്റി is equal to V1 actual is equal to CV into V1 actual is equal to CV into root of 2GH. CV എന്താണ്? It is the coefficient of Pitot tube അല്ലെങ്കിൽ coefficient of velocity എന്നും പറയും. സോ ആ coefficient of velocity കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് V actual കിട്ടും. So velocity at any point V is equal to CV into root of 2GH, where CV is the coefficient of velocity or coefficient of Pitot tube. So actual velocity എന്ന് പറയുന്നത് എപ്പോഴും തിയററ്റിക്കൽ വെലോസിറ്റിയെക്കാട്ടി കുറവായിരിക്കും, കാരണം ലോസസ് ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ സി വിയുടെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. വെലോസിറ്റി അടുത്ത ടോപ്പിക്കാണ് വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻ എ പൈപ്പ് ബൈ Pitot tube. For finding out the velocity at any point in a pipe by Pitot tube, the following arrangements are adopted. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഫിഗറിൽ കണ്ടത് ഒരു ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻ്റ് ആണ്. ആ അറേഞ്ച്മെൻറ്റ് വെച്ചിട്ട് സ്മോൾ h എന്ന് പറഞ്ഞാൽ ഈ പൈപ്പിൻ്റെ സർഫസിൽ നിന്ന് മുകളിലേക്കുള്ള ലിക്വിഡിൻ്റെ ഹൈറ്റിനെയാണ് സ്മോൾ h എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് വൺ കൈൻഡ് ഓഫ് അറേഞ്ച്മെൻറ്റ്. ഇനി ഏതൊക്കെ അറേഞ്ച്മെൻറ്റ് ഉണ്ട് Pitot ട്യൂബിനെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് Pitot tube along with a vertical piezometer tube. അപ്പോൾ ഒരു Pitot tube ഉണ്ട്, അതുകൂടാതെ ഒരു പീസോമീറ്റർ ട്യൂബും ഉണ്ട് എങ്കിൽ ആ പീസോമീറ്റർ ട്യൂബിലേക്ക് ലിക്വിഡ് കുറച്ച് ഹൈറ്റിൽ നിൽക്കുന്നുണ്ടാവും, നമ്മുടെ Pitot ട്യൂബിലേക്കും ലിക്വിഡ് കുറച്ച് ഹൈറ്റിൽ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഈ രണ്ട് ഹൈറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് സ്മോൾ h ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ Pitot tube അലോങ് വിത്ത് വെർട്ടിക്കൽ പീസോമീറ്റർ ട്യൂബ്, ഒരു വെർട്ടിക്കൽ പീസോമീറ്റർ ട്യൂബും ഉണ്ട്, ഒരു Pitot ട്യൂബും ഉണ്ട് എങ്കിൽ h എന്ന് പറയുന്ന മെഷർമെൻറ്റ് ഇതാണ്. ഇനി Pitot tube കണക്റ്റഡ് വിത്ത് പീസോമീറ്റർ ട്യൂബ്. അപ്പം നേരത്തെ പറഞ്ഞ അറേഞ്ച്മെൻറ്റിൽ Pitot ട്യൂബും പീസോമീറ്റർ ട്യൂബും കണക്റ്റഡ് അല്ല, രണ്ടും രണ്ട് എക്യുപ്മെൻറ്റ്സ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അടുത്തത് Pitot tube കണക്റ്റഡ് വിത്ത് പീസോമീറ്റർ ട്യൂബ്. Pitot ട്യൂബും പീസോമീറ്റർ ട്യൂബും കൂടെ കണക്റ്റഡ് ആയിരിക്കുന്ന സമയത്തും സ്മോൾ h എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ നോക്കിക്കേ, Pitot ട്യൂബിലേക്ക് ലിക്വിഡ് കയറി ഇവിടം വരെ നിൽക്കുന്നു, പീസോമീറ്റർ ട്യൂബിലേക്ക് ലിക്വിഡ് കയറി ഇവിടം വരെ നിൽക്കുന്നു. അവ തമ്മിലുള്ള ഡിഫറൻസ് ഇൻ ഹൈറ്റ് ആണ് സ്മോൾ h എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി തേർഡ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് പിറ്റോട്ട് ട്യൂബ് ആൻഡ് വെർട്ടിക്കൽ പീസോമീറ്റർ ട്യൂബ് കണക്റ്റഡ് വിത്ത് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. അപ്പോൾ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് പിറ്റോട്ട് ട്യൂബും വെർട്ടിക്കൽ പീസോമീറ്ററും കണക്ട് ചെയ്തിരിക്കുന്നത് എങ്കിൽ ഈ മാനോമെട്രിക് ഫ്ലൂയിഡ് രണ്ട് ലിംബിലും ഉള്ള ഡിഫറൻസ് ഇൻ ഹൈറ്റിനെ നമ്മൾ എക്സ് എന്ന് വിളിക്കും. ആ എക്സിൽ നിന്ന് നമുക്ക് എച്ച് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം. ആ എക്സിൽ നിന്ന് എച്ച് കണ്ടുപിടിച്ചിട്ടാണ് ഈ അറേഞ്ച്മെൻറ്റിൽ ആ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് ഇസ് പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ്. കൺസിഡർ two circular concentric tubes, one inside the other with some annular space in between as shown in figure. Okay. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു സർക്കുലർ കോൺസെൻട്രിക് ട്യൂബ്. ഇവിടെ ഈ ട്യൂബിനുള്ളിലൂടെ മറ്റൊരു ട്യൂബ് കടന്നു പോവുകയാണ് ചെയ്തേക്കുന്നത്. ഓക്കെ. one inside the other with some annular space in between as shown in figure. ഈ രണ്ട് ട്യൂബിൻ്റെ ഇടയ്ക്ക് there is some space in between. The outlet of these tubes are connected to the differential manometer whose difference of pressure head H is measured by knowing the difference of level of the manometer liquid, say X. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നമ്മൾ എക്സ് ആണ് മെഷർ ചെയ്തെടുക്കുന്നത്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ മാനോമീറ്റർ ഫ്ലൂയിഡ് രണ്ട് ലിംബിലും വന്ന് നിൽക്കുന്ന ലെവലുകൾ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എക്സ് എന്ന് പറയുന്നത്. ആ എക്സ് അറിയാമെങ്കിൽ നമുക്ക് എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് വൺ ഓഫ് ദ ഇക്വേഷൻസ്. എച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എസ് ജി ബൈ എസ് നോട്ട് മൈനസ് 1. അപ്പോൾ ഇതിനകത്ത് എസ് ജി എന്താണ്? മാനോമീറ്ററിൽ യൂസ് ചെയ്ത ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. എസ് നോട്ട് എന്താണ്? പൈപ്പിലൂടെ പോകുന്ന ലിക്വിഡ് ഏതാണോ ആ ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. എക്സ് എന്ന് പറയുന്നത് ഈ ഡിഫറൻസ് ഇൻ മാനോമെട്രിക് ഫ്ലൂയിഡ് ലെവൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് എച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ ലാസ്റ്റിൽ പറഞ്ഞത് 4 ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് പിറ്റോട്ട് ട്യൂബാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഏത് അറേഞ്ച്മെൻറ്റ് വെച്ചും നമുക്ക് എച്ച് കണ്ടുപിടിക്കാം. ആ എച്ച് കണ്ടുപിടിച്ചതിന് ശേഷം V is equal to CV into root of 2GH എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടും.